നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. ആദ്യം ദീപികയാണ് പരിശോധിക്കുന്നത്. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക അതീവ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന വാർത്ത മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. മണിപ്പൂരിൽ കലാപം രൂക്ഷം, 5 മരണം എന്നാണ് ദീപിക തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റ് 4 ബുള്ളറ്റും കൂടി ദീപിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ ഉറങ്ങിക്കിടന്നയാളെ വെടിവെച്ചു കൊന്നു, 3 കലാപകാരികളും വെടിയേറ്റ് മരിച്ചു, ഡ്രോൺ പ്രതിരോധ സംവിധാനവുമായി പോലീസ്, മുഖ്യമന്ത്രി ഭരണകക്ഷി MLA-മാരുടെ യോഗം വിളിച്ചു. ഇത്രയുമാണ് ബുള്ളറ്റിനായി ദീപിക നൽകിയിട്ടുള്ളത്. ഒരു ചിത്രവും എന്താണ് മണിപ്പൂരിലെ അവസ്ഥ എന്ന് കാണിക്കുന്ന, എല്ലാ കടകളും അടഞ്ഞു കിടക്കുന്ന ഒരു വിജനമായ ഒരു പാതയുടെ കൂടി ചിത്രം നൽകിക്കൊണ്ടാണ് ദീപിക ഈ വാർത്ത നൽകിയിട്ടുള്ളത്. ആ വാർത്തയുടെ കൂടെ തന്നെ MLA-മാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സബ് വാർത്ത കൂടി, അല്ലെങ്കിൽ ഒരു സൈഡ് സ്റ്റോറി കൂടി ദീപിക നൽകിയിട്ടുണ്ട്. ദീപികയെ സംബന്ധിച്ച് ദീപിക 2 ഫ്രണ്ട് പേജുകളാണ് ഉള്ളത്. അതിൽ മറ്റ് പേജിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ലക്നൗ നഗരത്തിൽ തകർന്നു വീണ ബഹുനില കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ നടത്തുന്ന സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം സംഭവിച്ച ആ ഒരു അപകടത്തിലെ ആ ഒരു തീവ്രത ഒഴിവാക്കുന്ന ദൃശ്യങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. മറ്റൊരു വാർത്ത കാർഗിൽ യുദ്ധത്തിലെ പങ്ക് സംബന്ധിച്ച് പാക് സൈന്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഔദ്യോഗികമായിട്ടുള്ള സമ്മതം അറിയിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ദീപിക നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത ADGP-യുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ADGP RSS നേതൃത്വ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. സർക്കാരും വെട്ടിൽ എന്നും തലക്കെട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ADGP-ക്കൊപ്പം 2 ഉന്നതരും എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു സൈഡ് സ്റ്റോറി നൽകിയിട്ടുള്ളത്. അതിൽ റാം മാധവിനെ കണ്ടത് രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ ആവശ്യത്തിന് എന്ന് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ദത്താത്രേയ ഹൊസബാളയെ കണ്ടത് സ്വകാര്യ കാര്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ADGP-യുടെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച വിവരങ്ങളാണ് ആ സൈഡ് സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്ത എന്ന് പറയുന്നത് കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP അജിത് കുമാർ സമ്മതിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. കൂടിക്കാഴ്ച ഗുരുതരമെന്ന കഴിഞ്ഞ ദിവസത്തെ CPI നേതാവായ ബിനോയ് വിശ്വത്തിൻ്റെ വാദം കൂടി, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ഹൈക്കോടതിയിൽ 30 വർഷം പഴക്കമുള്ള 62,000 കേസുകൾ, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ കൗമുദി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എത്രത്തോളം കേസുകളാണ് ഇനി തീർപ്പാക്കാനുള്ളത് എന്നെല്ലാം കാണിച്ചുകൊണ്ടുള്ള ചില വിവരങ്ങളെല്ലാം തന്നെ കൗമുദി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ദീപിക പറഞ്ഞത് 62,000-ൽ പരം കേസുകളാണ് ഹൈക്കോടതികളിൽ പഴക്കമുള്ള കേസുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത സുനിതയും വിൽമറുമില്ലാതെ സ്റ്റാർലൈൻ തിരിച്ചെത്തിയെന്ന വാർത്തയാണ്. ശാസ്ത്രലോകത്തിൻ്റെ കൗതുകകരമായ മറ്റൊരു വാർത്തയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത സെബിക്ക് വീണ്ടും ഷെൽ കുരുക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. സെബിയുടെ പുതിയ ചട്ടങ്ങളിൽ ഇളവ് തേടി 2 വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ SITയെ സമീപിച്ചത് ഹിൻഡൻബർഗ് റിസർച്ച് വെളിപ്പെടുത്തലിൽ ഉൾപ്പെട്ട FPIകൾ എന്നൊരു മറ്റൊരു ബുള്ളറ്റിൻ കൂടി നൽകിയിട്ടുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്കുള്ള സെബിയുടെ പുതിയ നിയമങ്ങൾ പാലിക്കുന്നതിന് നൽകിയ സമയപരിധിയിൽ ഇളവ് തേടി മൗറീഷ്യസിൽ നിന്നുള്ള 2 വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിക്ക് ഇന്ന് 2 ഫ്രണ്ട് പേജുകളാണ്. അതിൽ മറ്റു വാർത്ത എന്ന് പറയുന്നത് RSS ADGP കൂടിക്കാഴ്ച മുന്നണി അറിയാതെ എന്ന് പറഞ്ഞുകൊണ്ട് LDF-ന് ബന്ധമില്ല എന്ന് CPI പറഞ്ഞ വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അതായത് യഥാർത്ഥത്തിൽ CPM പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് PR ശ്രീജേഷിന് മാതൃഭൂമിയുടെ സ്നേഹാദരം എന്ന് പറഞ്ഞുകൊണ്ട് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ കേരളത്തിൻ്റെ എല്ലാം തന്നെ അഭിമാനത്തിൻ്റെ നെറുകയിലെത്തിച്ച PR ശ്രീജേഷിനെ സ്നേഹാദരം നൽകുന്ന ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന് മുഖ്യമന്ത്രി DGP കൂടിക്കാഴ്ച നടത്തി ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി DGPയെ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയ വാർത്തയാണ്. മാതൃഭൂമി പത്രത്തിലെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ രസകരമായ രീതിയിലാണ് മാതൃഭൂമി വാർത്തകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. സോഷ്യൽ മീഡിയയിലെ നോട്ടിഫിക്കേഷൻ എല്ലാം കാണുന്ന തരത്തിൽ രസകരമായ രീതിയിൽ മാതൃഭൂമി ഓരോ വാർത്തകളും നൽകിയിട്ടുണ്ട്. ഒന്ന്, അബുദാബി കിരീടാവകാശി ഇന്ന് ഡൽഹിയിൽ എന്ന് പറയുന്നൊരു വാർത്തയാണ്. മറ്റൊന്ന്, മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നതാണ്. മറ്റൊരു വാർത്ത, വിദേശ നാണ്യശേഖരം 70,000 കോടി ഡോളറിലേക്ക് എന്ന വാർത്തയാണ്. മറ്റൊന്ന്, പൂജ ഗഡ്കർ ഇനി IAS അല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റൊന്ന്, സ്റ്റാർലൈൻ ഭൂമിയിലെത്തിയതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. രസകരമായ രീതിയിൽ കളർ ഷെയ്ഡോടുകൂടി തന്നെ വളരെ ആകർഷകമായ രീതിയിൽ നൽകാനായിട്ട് മാതൃഭൂമി ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മണിപ്പൂരിൽ വീണ്ടും സംഘർഷം, വെടിവയ്പ്പിൽ 6 മരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ അത് 5 മരണമെന്നായിരുന്നു. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അത് 6 മരണമെന്നാണ്. മറ്റൊന്ന്, ഹൈക്കോടതികളിൽ ASGമാരെ നിയമിക്കാൻ കേന്ദ്രം എന്ന വാർത്തയാണ്. മറ്റൊന്ന്, ഡോക്ടർമാർക്ക് സമ്മാന വിലക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള
വാർത്തയാണ് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിയിൽ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള ആലപ്പുഴ കഞ്ഞിക്കുഴി മായിത്തറയിലെ ചെണ്ടുമല്ലിപ്പാടം കാണാനെത്തിയ കൃഷിമന്ത്രി പി കൃഷ്ണദാസ് പൂക്കൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന മാവിയുടെ രൂപം കൗതുകത്തോടെ നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. വാർത്തയ്ക്കും അപ്പുറത്തേക്ക് ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് കൗമുദി അത് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, മമ്മൂട്ടിക്ക് ആശംസാ പ്രവാഹം ആഘോഷം ചെന്നൈയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ മമ്മൂട്ടിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊരു വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത് കോവളത്തും അജിത്ത് കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയാണ്. വേണ്ടത് മെഡലും DGP തൊപ്പിയും എന്ന് പറഞ്ഞുകൊണ്ട് ADGPയുമായി ബന്ധപ്പെട്ട് കത്തി നിൽക്കുന്ന വാർത്ത നൽകിയിട്ടുണ്ട്. വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നെല്ലാം തന്നെ ഉൾപ്പെടുത്താനായിട്ട് കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. ₹1 ഹെൽമറ്റ് നേടാൻ കടയ്ക്ക് മുന്നിൽ രാത്രി ഉറക്കം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കൗതുകകരമായ വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ആദ്യം എത്തുന്ന 10 പേർക്ക് ₹2000 വിലയുള്ള ഹെൽമറ്റ് ₹1 കിട്ടുമെന്നറിഞ്ഞ് കടയ്ക്ക് മുന്നിൽ പാവിരിച്ച് കിടന്നുറങ്ങുന്ന യുവാക്കളുമായി ബന്ധപ്പെട്ട രസകരമായ വാർത്തയാണ് മറ്റൊരു വാർത്ത കൗമുദി സ്പെഷ്യലാണ്. ഫ്ലൈ ഓവറിനിടയിൽ നിന്ന് ബിജു സ്വന്തം വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് സ്റ്റോറി കൂടി കൗമുദി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൗമുദിയെ സംബന്ധിച്ച് കൗമുദി എന്ന 2 പതിപ്പുകളാണ്. അതായത് ഒരു സപ്ലിമെൻ്റ് കൂടി ഇറക്കിയിട്ടുണ്ട്. അതിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തോടുകൂടി കൗമുദി നൽകിയിരിക്കുന്ന ഒരു വാർത്ത, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മാമയുടെ തിരോധാനം ക്രൈംബ്രാഞ്ചിന് വിട്ടത് CBIയെ വെട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. എന്തെല്ലാമാണ് അതിൽ അട്ടിമറി സൂചനകൾ എന്ന നമ്പർ ഇട്ടുകൊണ്ട് കൗമുദി അത് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, വിലക്കയറ്റത്തിന് ശമനം, ഓണത്തിന് ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് അരിവില എല്ലാം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് കൺട്രോളായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, പൂജ ഗേത്കറിനെ IASൽ നിന്ന് പുറത്താക്കിയെന്ന വാർത്തയാണ്. മറ്റൊന്ന്, കൊച്ചിയിൽ നിർമ്മിച്ച ചരക്ക് കപ്പലുകളിൽ ജർമ്മനിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയും കൗമുദി ഈ സ്പെഷ്യലിൽ നൽകിയിട്ടുണ്ട്. ഇനി ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നത് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മണിപ്പൂരിൽ ആക്രമണത്തിന് റോക്കറ്റും ഡ്രോണും ആഭ്യന്തര യുദ്ധത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മണിപ്പൂർ കത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടി ദേശാഭിമാനി ആ വാർത്ത പെട്ടെന്ന് ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ, എന്നാൽ അതിൻ്റെ തീവ്രത ഒട്ടും കുറയാത്ത വിധത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, 6 പേർ കൊല്ലപ്പെട്ട മന്ത്രി ബീരേൻ സിംഗ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ബുള്ളറ്റിനുകൾ നൽകിയിട്ടുള്ളത്. മണിപ്പൂരിലെ ചിരാചന്ദ്പൂരിൽ കുക്കികൾ ഉപയോഗിച്ചിരുന്ന ബങ്കർ പോലീസ് പൊളിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ കൂടി നൽകിക്കൊണ്ടാണ് ദേശാഭിമാനി വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത, കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ ആരംഭിച്ച സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഫോഴ്സ കൊച്ചിക്കെതിരെ ഗോൾ നേടിയ മലപ്പുറം FCയുടെ ഫസലുർ റഹ്മാന്റെ ആഹ്ലാദം. മലപ്പുറം 2 ഗോളിന് വിജയിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന്, സ്റ്റാർലൈൻ തിരിച്ചെത്തി സുനിത ഇല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ്. വലിയ ആകാംക്ഷയോടെ ആശങ്കയോടെ നിന്നിരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ തിരിച്ചെത്താനാകാതെ നിൽക്കുന്ന സുനിത വില്യംസുമായി ബന്ധപ്പെട്ട വാർത്ത. എന്തായാലും അതും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഓണത്തിന് കരുതലൊരുക്കി സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസകിരണം വഴി 10 കോടി നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. എൻഡോസൾഫാൻ ദുരിത മേഖലയിലേക്ക് ഒരു ആശ്വാസകിരണം എത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ് ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഭൂമി തരം മാറ്റം അപേക്ഷ തീർപ്പാക്കാൻ അദാലത്ത്. മറ്റൊരു വാർത്ത, മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന കേരളം വിദഗ്ധരെ നിയോഗിച്ചു എന്ന വാർത്തയാണ്. ഇനി ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ADGPയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പക്ഷേ ജന്മഭൂമി നൽകിയിരിക്കുന്നത് വിവാദങ്ങൾ, സ്വർണ്ണക്കടത്തിന്റെ തുടർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ മൗനം സംശയകരമെന്ന് കൂടി ജന്മഭൂമി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്ത് നടക്കുന്നത് കൊള്ള മുതൽ പങ്കിടുന്നതിലെ തർക്കം. K സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റാണ്. അതുകൂടി ജന്മഭൂമി വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, നയതന്ത്ര പാക്കേജിൽ സ്വർണ്ണക്കടത്ത്, സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടുത്തിയത് ADGP എന്ന വാർത്തയാണ്. അഗ്നി ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയം, 4000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം ഭേദിക്കുമെന്ന വാർത്തയാണ് ജന്മഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ അതീവ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന വാർത്ത ADGPയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. എന്തിന് കണ്ടു എന്നാണ് മാധ്യമം ചോദിക്കുന്നത്. പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ലെന്ന് CPMന്റെ സ്റ്റേറ്റ്മെന്റ് ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ട്. കൂടിക്കാഴ്ച എന്തെന്നറിയാൻ ആകാംക്ഷയെന്ന് CPIയുടെ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. കൂടിക്കാഴ്ച നിഷേധിച്ച RSSനെ വെട്ടിലാക്കിയ ADGPയുടെ സ്ഥിരീകരണം എന്ന് കൂടി നൽകിയിട്ടുണ്ട്. മറ്റൊരു ബുള്ളറ്റിൻ, രാം മാധവിനെയും ADGP കണ്ടു എന്ന വാർത്തയാണ്. മറ്റൊരു ഹൃദയാദരം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം മറ്റൊരു വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. വയനാടിനെ ചേർത്ത് പിടിച്ച് വീനാട് ഓപ്പണിംഗ് ഹീറോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഉരുൾ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തകരെ മാധ്യമവും മീഡിയ വണ്ണും ആദരിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ വാർത്ത. മറ്റൊന്ന്, ആധാറും NRCയും ബന്ധിപ്പിക്കാൻ സർക്കാർ അസംബ്ലി പൗരത്വത്തിന് പുതിയ കുരുക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കൊച്ചി കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ സൂപ്പർ ലീഗ് കേരളയുടെ ഉദ്ഘാടന ചടങ്ങിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചിത്രം പങ്കുവച്ചുകൊണ്ട് മാധ്യമം ആ വാർത്ത നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, വെടിവയ്പ്പിൽ 5 മരണം, മണിപ്പൂർ വീണ്ടും പുകയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു മണിപ്പൂരുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമം നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് അന്നത്തെ പത്രങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന പ്രധാന തലക്കെട്ടുകൾ.